ആദ്യം തിരുവനന്തപുരത്തൊക്കെ യോഗം കൂടിയതൊക്കെ. ഉസ്താദിന് കുറച്ചുകൂടി അടുപ്പം പിണറായി വിജയനോടാണെന്നുള്ള ഒരു അഭ്യൂഹമുണ്ട്, ഒരു കേൾവിയുണ്ട്. അല്ല, അങ്ങനൊന്നുമില്ല. എനിക്ക് പിണറായി വിജയനോടും പിന്നെ രമേശ് ചെന്നിത്തലിനോടും ഒക്കെ ഒരേ പിണറായി വിജയനുമായിട്ട് വ്യക്തിപരമായ അടുപ്പാണ്. വ്യക്തിപരമായ അടുപ്പേന. ഇവർ രണ്ടാളായിട്ടും വ്യക്തിപരമായ അടുപ്പനുണ്ട്. സാധാരണഗതിയിൽ സമസ്തക്ക് മുസ്ലിം ലീഗിന്റെ സ്വാധീനമുണ്ട് എന്നും അതുകൊണ്ട് സമസ്ത അങ്ങനെ LDF-ഉമായിട്ട് സഹകരിക്കാറില്ല, LDF സർക്കാർ വരുമ്പോൾ സമസ്തയുടെ ആവശ്യങ്ങൾ വേണ്ടത്ര ലഭിക്കാറില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ മുഖ്യമന്ത്രി അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ, ഒരു പാർട്ടിന്റെ മാത്രം ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ മാത്രം ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആളല്ലല്ലോ. അത് പിണറായി വിജയൻ മനസ്സിലാക്കി. അപ്പൊ എല്ലാവരും സമസ്തന്റെ പരിഗണിക്കണ മാതിരി തന്നെ മറ്റുള്ളവിടെ എല്ലാ പാർട്ടിൻ്റെതും മൂപ്പര് പരിഗണിക്കലുണ്ടാവും. അതിപ്പോൾ നമുക്കറിയില്ല. നമ്മളെന്തൊക്കെ നല്ല നിലക്ക് പരിഗണിച്ചിട്ടുണ്ട്, വേണ്ടതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അവസാനത്തെ ഈ സംവരണ വിഷയത്തിലല്ലാത്തതിലൊക്കെ സമസ്ത അധ്യക്ഷൻ പിന്നെ അത് അപ്പൊ അതുകൊണ്ട് ഒരു പാർട്ടിനോടൊരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളോട് പ്രത്യേക ഒരു അടുപ്പമൊന്നുമില്ല. എല്ലാവരോടും നല്ല സമീപനാണ് നമുക്കുള്ളത്. എല്ലാവരോടും ഒരേ അടുപ്പമുള്ളത്. ഇപ്പൊ രണ്ടാളും നമ്മളെ വിളിക്കലുണ്ട്. അങ്ങോട്ട് അധ്യക്ഷൻ CPM-ന്റെ മുഖ്യമന്ത്രിയോട് ഒരു അനുഭാവം കാണിക്കുമ്പോൾ മുസ്ലിം ലീഗിന് അസ്വസ്ഥത ഉണ്ടാകാറില്ല? അല്ല, അതൊന്നും ഉണ്ടാവില്ല. അവര് മുസ്ലിം ലീഗിനോട് നമുക്ക് നല്ലതല്ലേ. നമ്മൾ മുസ്ലിം ലീഗിന്റെ പിന്നെ സമസ്തയിലുള്ള ബഹുഭൂരിപക്ഷ ആളുകൾ മുസ്ലിം ലീഗരല്ലേ. അപ്പൊ ആ നിലക്ക് അവർക്കൊരു അത് അവരെ ഇതിപ്പോ നമ്മളൊരു പിന്നെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഇപ്പോ മുസ്ലിം ലീഗുകാർക്കും പിണറായി വിജയനോട് വലിയ അടുപ്പുണ്ടാവുമല്ലോ. അതിനിപ്പോ നമുക്ക് വല്ല വെറുപ്പുണ്ടോ? എന്നതുപോലെയാണ് ഈ മുന്നോക്കക്കാരിലെ പിന്നോക്ക സംവരണം സംബന്ധിച്ച് ഒരു സമുദായ സംവരണ സമുദായ മുന്നണി ഉണ്ടല്ലോ. ആ സംവരണ സമുദായ മുന്നണിയായിട്ട് ഇപ്പൊ സമസ്ത യോജിച്ചു പോകുന്നുണ്ടോ? ഇല്ല, ഞങ്ങളവരായിട്ട് അങ്ങനെയല്ല. അത് യോജിച്ചു പോകണില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ യോജിച്ച് സമസ്ത എന്നുള്ള നിലക്ക് ഉള്ളതായ സമസ്തയിലുള്ളതായ അതിന് സമസ്ത നിയോഗിച്ചതായ ഒരു സംരക്ഷണ സമിതി ഉണ്ട്. സമസ്തന്റെ മാത്രമുള്ള ഏത് സംവരണ സംരക്ഷണ സമിതി. അത് ഡോക്ടർ അബ്ദുൽ ഖാദർ പിന്നെ സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയാണ്. മൂപ്പര് ചെയർമാനായി കൊണ്ടുള്ള മുസ്തഫ മാസ്റ്റർ കൺവീനറായി കൊണ്ടുള്ളൊരു. അപ്പം അവരോട് അതിൽ നിങ്ങൾ പങ്കെടുത്തോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. സമസ്ത സ്വന്തമായ നിലക്ക് ചെയ്താണ് ഇന്നലെ ഇപ്പോൾ ഒപ്പ് ശേഖരണം എന്ന് പറഞ്ഞത്. പിന്നെ ഈ വിഷയത്തെ പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കാം. ഇപ്പം ഈ കണക്കുകളൊക്കെ വെച്ചിട്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കൊക്കെ കിട്ടാനുള്ള ഈ സംവരണം അനുസരിച്ച് തന്നെ കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ ശതമാനം തന്നെ കിട്ടിയിട്ടില്ല. ബാക്ക്ലോഗിനെ കുറിച്ച് നരേന്ദ്ര കമ്മീഷനും പാലോളി കമ്മീഷനും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കുറെ കൂടി പിന്നോട്ട് പോകും എന്നുള്ള നിലപാടാണ്. പക്ഷെ എങ്കിൽ പോലും അത് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ആ കൂടിക്കാഴ്ചക്ക് ശേഷം പ്രത്യക്ഷ സമരത്തിൽ നിന്ന് സമസ്ത പിന്മാറാൻ എന്താണ്? അല്ല, അത് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്നെ അവകാശങ്ങളുണ്ടല്ലോ, അവരെ സംവരണത്തിന് ഒരു നിലക്കും അതിന് തകരാറ് പറ്റൂല, അതിലൊരു കുറവും വരൂല എന്നാണ് മൂപ്പര് പറയണത്. പിന്നെ അതല്ലാത്ത നിലക്ക് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാവുന്നതാണ് മുഖ്യമന്ത്രി പറയണത്. പക്ഷേ കണക്കുകളൊക്കെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല. എങ്ങനെയായിരുന്നാലും പിന്നോക്ക വിഭാഗത്തിന് ഇതുകൊണ്ട് നഷ്ടം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഒന്ന്. രണ്ടാമത് ഇതുവരെയുള്ളതിലുള്ള കുറവുകൾ നികത്താൻ വേണ്ടത് ചെയ്യാമെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു അതിനൊരു നിവേദനമൊക്കെ നൽകിയാൽ അക്കാര്യത്തിൽ ഒരു തൃപ്തികരമായ ഒരു നിലപാടാണ് ഗവൺമെന്റ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണോ ആദ്യപടി സമരമല്ല എന്ന തീരുമാനം? അല്ല, പിന്നെ അത് സമരമല്ല എന്ന് പറഞ്ഞത് തീരുമാനം എങ്ങനെയെന്നുള്ളത് കൊണ്ടല്ല. അത് നിതേഷിനോട് പറയാനുള്ളത്, ഈ സമരം എന്നുള്ളത് ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കില്ല. അതിനെന്ത് പേര് കൊടുത്താലും ഞങ്ങളതിന് സമരം എന്ന് പറയില്ല. സമരം എന്ന് പറഞ്ഞിട്ട് കുറേ എവിടെയെങ്കിലും പോയി കുത്തിരിക്കുക, പിന്നെ ഒച്ചിവിളി ഉണ്ടാക്കുക, ഇങ്ങനത്തെ സമരം എന്നുള്ള നിലക്കുള്ള ആ പരിപാടിനോട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു നിലക്കും യോജിപ്പില്ല. അതാണ് നമ്മളിപ്പോൾ പിന്നെ വളരെ സമാധാനപരമായ നിലക്ക് ഒന്ന് ഈ വിഷയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് കുറേ ക്യാമ്പയിലൊക്കെ വെക്കുന്നുണ്ട്. രണ്ടാമത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നമ്മൾ പിന്നെ ഇന്നലെ കത്തെഴുതിയല്ലോ, ഒപ്പ് ശേഖരണം. ആ നിലക്ക് വളരെ സമാധാനപരമായ നിലക്ക് ഭരണകർത്താക്കളോട് ഈ വിവരം എത്തിക്കാം.
അതാണ് അതിൻ്റെ ആദ്യ പടി എന്നുള്ളതിലേക്ക് മുഖ്യമന്ത്രിനെ കാണാൻ ഇവിടുന്ന് സമസ്ത സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു 3-4 ആളുകളെ നമ്മൾ പറഞ്ഞയച്ചു. സമസ്ത ഒരു വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് സമസ്തയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ സമസ്തയെ പരിഗണിക്കുന്നില്ല എങ്കിൽ അത് ഉപയോഗിക്കുമെന്ന്. അല്ല, അത് ഉപയോഗിക്കേണ്ട ഒരു ഘട്ടത്തിലാണോ ഇപ്പോൾ കേരള ഗവൺമെന്റിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഇപ്പം അത്രമാത്രം ഒരു വലിയൊരു അത് ഉപയോഗിക്കേണ്ട ഒരു ഘട്ടത്തിലൊന്നും ആയിട്ടില്ലല്ലോ. ഇതൊക്കെ ഇപ്പം ചെറിയ വിഷയങ്ങളല്ലേ. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട ഘട്ടത്തിലല്ല ഇപ്പോൾ ഉള്ളത്. ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, തൊട്ടടുത്ത് തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ അതൊക്കെ അതിന്റെ ഹിതമോളം പോകും. സമസ്തക്കാരില്ല, സമസ്തക്ക് അതിൽ പഴയ നിലപാട് മാത്രമേ ഉള്ളൂ. കാരണം സമസ്തന്റെ അനുയായികൾ അവരെ രാഷ്ട്രീയം അനുസരിച്ച് അവരതിൽ സ്വതന്ത്രരാണ്. ഇപ്പോൾ ഓരോ വാർഡിലും സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കണം. നമ്മളതിൽ ഇടപെടലില്ലല്ലോ. നമ്മളെടുത്ത് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനും വരണില്ലല്ലോ. കാരണം നമ്മളതായിട്ട് ബന്ധമില്ല. അല്ലെ ഇന്ന വാർഡിൽ, അല്ലെ ഇന്ന മുനിസിപ്പാലിറ്റിയിൽ, അല്ലെ ഇന്ന കോർപ്പറേഷനിൽ ഇവിടെ തർക്കമുണ്ട്. പാർട്ടികൾ സ്ഥാനാർത്ഥിനെ ഒരു പാർട്ടി എന്നുള്ളതിനെ 2 ആളുകൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും മദ്യം പറഞ്ഞു തീർക്കാനോ ഇതൊന്നും സമസ്തന്റെ പണിയല്ല, സമസ്തന്റെ അജണ്ടയല്ല അത്. അപ്പം അതിലൊന്നും ഇടപെടലില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ കാണുന്നത് പോലെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള നാടുകളിൽ നമ്മൾ കാണുന്നത് പോലെ ഈ സവർണ ഹിന്ദു ഇതരർക്കെതിരായിട്ടുള്ള ആക്രമണമുണ്ട്. അത് വെറും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണമായിട്ട് കാണാം. താഴെയുള്ള എല്ലാ ജാതി വിഭാഗങ്ങൾക്കും എതിരെ വലിയ തോതിലുള്ള ആക്രമണം നമ്മളെ കേരളത്തിലില്ല. കേരളത്തിലൊരിക്കലില്ല. എന്തുകൊണ്ടാണ് അത് ഇല്ല എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഗുണം തന്നെ. രണ്ട് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, അഥവാ UDF ആണെങ്കിലും LDF ആണെങ്കിലും, ഇവര് 2 കൂട്ടരും കൂടെ വർഗീയത ഉണ്ടാക്കാതെയുള്ള പ്രവർത്തിക്കണത്. പിന്നെ പാവപ്പെട്ടവരെ അപ്പോൾ വർഗീയത ഇല്ലാതെയും പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ മുന്നോക്കം എന്നുള്ള ഒരവസ്ഥ ഇവിടെ ഉണ്ടെങ്കിലും ഈ പിന്നോക്കക്കാരി നമ്മൾ എന്താണില്ല മോശമായും കൊണ്ടിട്ട് അവരെ പഴയ കാലത്തുണ്ടായിരുന്നല്ലോ, തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇപ്പോൾ വളരെയധികം ജനങ്ങൾ ഉത്ബുദ്ധരായില്ലേ. വളരെ നന്ദി ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തതിന് ഇത്രയും സമയം. താങ്ക് യു. No means. Close Encounter in association with ഇനി ഓരോ പെണ്ണും ഒരു രാജകുമാരി. The complete shopping center. Trivandrum, Kollam. സാമൂഹിക അകലം പാലിക്കൂ, സ്നേഹം നിലനിർത്തൂ. യാത്രയ്ക്ക് ശേഷം വാഹനങ്ങൾ